ഗുഡ് മോർണിംഗ് എവരി വൺ. നോക്കിയേ, നല്ലൊരു കോട്ടോട് കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ബെസ്റ്റ് പ്രിപ്പറേഷൻ ഫോർ ടുമോറോ ഈസ് ഡൂയിങ് യുവർ ബെസ്റ്റ് ടുഡേ. ഇന്ന് ഏറ്റവും നന്നായി നമ്മൾ വർക്ക് ചെയ്താൽ, കഠിനാധ്വാനം ചെയ്താൽ നാളെ നമുക്ക് ഏറ്റവും നല്ല നാളെയാക്കി മാറ്റാൻ പറ്റും. ഈ കോട്ട് എന്താണ് സംഭവം? അതായത് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ, ഇന്ന് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഏറ്റവും നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പഠിച്ചു, കൃത്യമായി സിലബസ് എടുത്ത് ഇന്ന ടോപ്പിക്കുകൾ പഠിച്ചു, ഇതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ എഴുതി ഞാനിത് കംപ്ലീറ്റഡ് ആക്കി, റിവിഷൻ എല്ലാം ഓക്കെ ആക്കി, ആ രീതിയിൽ നിങ്ങൾ എന്നും കൃത്യമായി പഠിച്ച് പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഏതാണ് നടക്കാത്ത എന്ത് കാര്യവും നമുക്ക് നടക്കും. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, കണ്ടോ, ഇന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നാളെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. വരൂ. റൂൾ 29 എന്ത് പറയുന്നത്? ബുക്സ്, അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തീർച്ചയായും മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ടുന്ന ബുക്കുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ റൂൾ 29 പറയുന്നത്. റൂൾ 29 പറയുന്നത് എന്താ? അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റീസ്. സൊസൈറ്റീസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ട ബുക്കുകൾ ഏതൊക്കെയാണ് നോക്കേ. ജനറൽ റിക്വയർമെന്റ്, നോർമലി എല്ലാ സൊസൈറ്റിയും കൃത്യമായും കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അക്കൗണ്ട് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, സ്പെസിഫൈഡ് പീരീഡ്. അത് മാത്രമല്ല, ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്താൽ പോരാ, എത്ര നാളെന്ന് കൃത്യമായി ഓരോ അക്കൗണ്ട് ബുക്കുകൾ, ഇപ്പോൾ ലോൺ ലെഡ്ജർ അല്ലെങ്കിൽ പിന്നെ ഡേ ബുക്ക്, ഇതൊക്കെ എത്ര നാൾ കാത്തു വെക്കണം, അതിൻ്റെ പീരീഡും പറയുന്നുണ്ട്. കൃത്യമായ പീരീഡുകളിൽ ഇത് കൃത്യമായി കാത്തു സൂക്ഷിക്കണം. ദെൻ അതുപോലെ തന്നെ പീരീഡ് എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം, ഒന്നുകിൽ ഫിസിക്കൽ ഫോമിലായിരിക്കണം, അതല്ലാണ്ടെങ്കിൽ ഡിജിറ്റൽ ഫോമിലായിരിക്കണം. ആസ് ഡയറക്റ്റഡ് ബൈ ദി രജിസ്ട്രാർ. രജിസ്ട്രാറിന്റെ നിർദ്ദേശപ്രകാരം റൂൾ 29 പ്രകാരം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കൃത്യമായി ബുക്ക് ആൻഡ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എത്ര വർഷം ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രയും വർഷക്കാലം ഇത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. നിയമപ്രകാരം രജിസ്ട്രാറിന്റെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം കൃത്യമായി ചെയ്തിരിക്കണം, ആക്യുറേറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ദെൻ അതുപോലെ തന്നെ ദീസ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ. നിങ്ങളവിടെ ചെയ്തു വെച്ചാൽ മാത്രം പോരാ, എപ്പോഴാണോ ഇൻസ്പെക്ഷൻ ആവശ്യമുള്ളത് ആൾവേസ് എപ്പോഴും ഇൻസ്പെക്ഷന് റെഡി ആയിട്ട് ഇത് വെച്ചിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് ഓഡിറ്റ്. എപ്പോഴും ഓഡിറ്റിനും ഇൻസ്പെക്ഷനും വേണ്ടിയിട്ട് ഈ ബുക്സ് ആൻഡ് റെക്കോർഡ്സുകൾ അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ റൂൾ 29 നമ്മൾ എന്താണ് പറഞ്ഞത്? ബുക്കും അക്കൗണ്ടുകളും, ബുക്സ് ആൻഡ് അക്കൗണ്ട്സുകൾ കൃത്യമായി കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ രജിസ്ട്രാറിന്റെ നിർദ്ദേശപ്രകാരം എത്ര വർഷം അത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രയും വർഷക്കാലം അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഡിജിറ്റൽ ഫോമിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലാണോ, ഏത് ഫോമിൽ വെക്കണം എന്ന് പറഞ്ഞാലും അതേ രീതിയിൽ വെക്കണം. അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞത്? ഇത് എപ്പോഴും ഓഡിറ്റിനും ഇൻസ്പെക്ഷനും അവൈലബിൾ ആയിരിക്കണം. നമ്മളിപ്പോൾ പറയാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് വേറെ എവിടെയാണ്, അത് സ്റ്റോർ റൂമിലാണ് എന്നല്ല പറയണ്ടേ. ഇൻസ്പെക്ഷന് കൊടുക്കാൻ ആൾ വന്ന് ഇത് കൃത്യമായി കൊടുത്തിരിക്കണം, അതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒന്ന് പഠിച്ചു. റൂൾ 29 പറയുന്നത് എന്താണ്? റൂൾ 29 പറയുന്നു അക്കൗണ്ട് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റി. ഇപ്പോൾ റൂൾ 29 പറഞ്ഞു. ഓക്കെ, നമ്മൾ സെക്ഷൻ 29 എന്തുവാ പറഞ്ഞത്? സെക്ഷൻ 29 ഓർമ്മയുണ്ടല്ലോ. ഇതും ഈ സെക്ഷനും റൂളും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങും 30 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങോ. ഇതെന്ന് പറഞ്ഞാൽ അത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ 29. റൂൾ 29 എന്താ പറഞ്ഞ്? ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പറയുന്നത്ര കാലയളവിൽ രജിസ്ട്രാറിന്റെ നിർദ്ദേശപ്രകാരം എത്ര നാൾ വെക്കണമോ അത്രയും നാളും കൃത്യമായി സൂക്ഷിച്ചിരിക്കണം. അത് മാത്രവുമല്ല, എപ്പോൾ വന്നാലും അത് ഇൻസ്പെക്ഷനും ഓഡിറ്റിനും അവൈലബിൾ ആയിരിക്കുകയും വേണം. എപ്പോൾ ചോദിച്ചാലും അത് ഉണ്ടാവണം. ഓക്കെ, ദെൻ അതുപോലെ നോക്കിയേ, അടുത്തതാണ് ഓഡിറ്റ് മാനുവൽ കംപ്ലയൻസ്. നോക്കിക്കേ, റൂള് 29(1)ക്കകത്ത് പറയുന്നു ഓഡിറ്റ് മാനുവൽ. ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി മസ്റ്റ് പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ഓഡിറ്റ് മാനുവൽ. ഓരോ 5 വർഷം കഴിയും തോറും
ഓഡിറ്റ് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഓഡിറ്റ് മാനുവൽ രജിസ്ട്രാർ പുറപ്പെടുവിക്കാറുണ്ട്. ഓരോ 5 വർഷവും അതിനെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ആഡിഷനും എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, പഴയ കാര്യങ്ങൾ മാറ്റി ഓഡിറ്റ് മാനുവൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ ഓഡിറ്റ് മാനുവലിനെ ബേസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും അതാണ് പറയുന്നത്. ദ ആൾ കോപ്പറേറ്റീവ് സൊസൈറ്റി മസ്റ്റ് പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആസ് പെർ ഓഡിറ്റ് മാനുവൽ പ്രകാരം അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റും രജിസ്ട്രാറും അപ്രൂവ് ചെയ്ത ഓഡിറ്റ് മാനുവൽ. ഞാൻ പറഞ്ഞില്ലേ 5 വർഷം കൂടി ഇരിക്കുമ്പോൾ ഓഡിറ്റ് മാനുവലിൽ അഡീഷൻസും ഡിലീഷൻസും ഒക്കെ വരും. എന്നിട്ട് നമ്മുടെ അത് അപ്രൂവ് ചെയ്യുന്ന ആരാ? അതിന് അതോറിറ്റി ഗവൺമെന്റും രജിസ്ട്രാറുമാണ് അത് അപ്രൂവ് ചെയ്യുന്നത്. ഇത് പ്രകാരം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അതുപോലെ തന്നെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സുകളെല്ലാം കൃത്യമായി പ്രിപ്പയർ ചെയ്യണം. സൊസൈറ്റീസ് മസ്റ്റ് പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആസ് പെർ ദ ഓഡിറ്റ് മാനുവൽ അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ്. ദെൻ അതുപോലെ നോക്കിക്കേ, സ്പെസിഫിക് അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് സൊസൈറ്റീസ് മസ്റ്റ് കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫോളോയിങ് അക്കൗണ്ട് ആൻഡ് ബുക്സ് ഏതർ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ മോഡ്. ഏതൊക്കെ ബുക്കുകളാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും വർക്കിംഗ്, ഇപ്പം മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൊസൈറ്റി, വായ്പാ സംഘങ്ങളുണ്ട്, കൺസ്യൂമർ സംഘങ്ങളുണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, പല ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ഇവരുടെ നിയമാവലിക്കകത്ത് പറയുന്ന അതിനനുസരിച്ച് ഇവരുടെ നിയമാവലി പ്രകാരം എന്തെല്ലാം കാര്യങ്ങളാണ് ആ ബിസിനസ്സുകളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ ബൈലോയ്ക്കകത്ത് പറയും. ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട് എല്ലാ ബുക്സ് ആൻഡ് അക്കൗണ്ട്സുകളും കൃത്യമായി എഴുതി ആ ഓഡിറ്റ് മാനുവൽ ഗവൺമെന്റും രജിസ്ട്രാറും അപ്രൂവ് ചെയ്ത ഓഡിറ്റ് മാനുവലിനനുസരിച്ച് ഗവൺമെന്റും രജിസ്ട്രാറും അപ്രൂവ് ചെയ്ത ഓഡിറ്റ് മാനുവൽ പ്രകാരം ഇതെല്ലാം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? മിനിറ്റ്സ് ബുക്ക്. ഇനി ഓരോ ബുക്കുകളെ കുറിച്ചാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഓരോ ബുക്കുകളും അതിൻ്റെ കാലാവധി എത്ര നാൾ ഇത് കീപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളതും പഠിക്കണം. ഏത് റൂളിനകത്താണ് ഇത് പറയുന്നത് എന്നും കൃത്യമായി പഠിക്കണം. നോക്കിക്കേ, റൂൾ 29 2A പറയുന്നത് മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഫിനാൻഷ്യൽ ഓഡിറ്റും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും നടത്താറുണ്ട്. എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? ഇവരുടെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഭരണസമിതിയാണ്, മാനേജിംഗ് കമ്മിറ്റിയാണ്. ഈ മാനേജിംഗ് കമ്മിറ്റി കൃത്യമായി മീറ്റിങ്ങുകൾ കൂടുന്നതിനെക്കുറിച്ചും എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായി എഴുതി വെക്കണം. ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മീറ്റിങ്ങിലെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചേ പറ്റുള്ളൂ. അത്തരം മീറ്റിങ്ങുകളോ കാര്യങ്ങളോ നമ്മുടെ നാഷണലൈസ്ഡ് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ ഇല്ല. മനസ്സിലായോ? അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും ഉണ്ട്, ഫിനാൻഷ്യൽ ഓഡിറ്റും ഉണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ഭരണപരമായ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഭരണപരമായി സൊസൈറ്റികളുടെ നിയമാവലിക്ക് അതുപനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സാധാരണ വാണിജ്യ ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമേ ഉള്ളൂ. കണക്കും കാര്യങ്ങൾ, വരവ് ചെലവ് കണക്ക് കൃത്യമായ കാര്യങ്ങൾ നോക്കുന്നു. ഈ മീറ്റിംഗ് കൂടിയിട്ടുണ്ടോ, അത് എഴുതി വെച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. സോ നമ്മൾ പറഞ്ഞു വന്നത് മിനിറ്റ്സ് ബുക്കിനെ കുറിച്ചാണ്. മിനിറ്റ്സ് ബുക്ക് റൂൾ 29 2A പറയുന്നു. മിനിറ്റ്സ് ബുക്കിനകത്ത് റിക്കോർഡ് പ്രൊസീഡിങ്സ് ഓഫ് സബ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് ആയിക്കോട്ടെ, പിന്നെ പൊതുയോഗത്തിന്റെ മീറ്റിംഗ് ആയിക്കോട്ടെ, ഭരണസമിതിയുടെ മീറ്റിംഗ് ആയിക്കോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ഇവിടെ മിനിറ്റ്സ് ബുക്കിൽ. ദെൻ ഇനിഷ്യലി പ്രിപ്പയർഡ് മാനുവലി ദെൻ സ്റ്റോർഡ് ഇൻ ഡിജിറ്റൽ ഫോം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രജിസ്റ്ററാണ്, അത് മാനുവലിയാണ് എഴുതുന്നത്. എന്നിട്ട് അത് ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിച്ചു വെക്കും. ഓക്കെ. ദെൻ ടു ബി ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു മിനിറ്റ്സ് ബുക്ക് റിക്കോർഡ്സ് പ്രൊസീഡിങ്സ് ഓഫ് സബ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ്. ഇനിഷ്യലി ജനറൽ ബോഡി മീറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ഭരണസമിതി മീറ്റിംഗ്, മാനേജിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഇന്ന ദിവസം ഇത്ര മീറ്റിംഗ് നടന്നു, ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മാനുവലി എഴുതി വെക്കുകയും അത് ഡിജിറ്റൽ ഫോമിൽ പിന്നീട് സൂക്ഷിക്കുകയും ചെയ്യണം. ദെൻ അടുത്തതാണ് എന്ത്? ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. നോക്കിക്കേ, കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഷെയർ ആപ്ലിക്കേഷൻ. അത്ര പേർക്ക് ഷെയർ കൊടുത്തു, എത്ര രൂപയുടെ ഷെയർ ആണ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ആപ്ലിക്കന്റ്. ഷെയർ ആപ്ലിക്കേഷന് എത്ര പേര് ആപ്ലിക്കേഷൻ തന്നു, അവരുടെ പേര്, അതിൻ്റെ പേര് വിവരങ്ങൾ, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ സ്വീകരിച്ച ദിവസം,
നമ്പർ ഓഫ് ഷെയർ അപ്ലൈഡ് ഫോർ, എത്ര രൂപയുടെ ഷെയറിനാണ് അവർ അപ്ലൈ ചെയ്തത്. ദെൻ ഡേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സീസ് ഓഫ് റിഫ്യൂസൽ, എന്തെങ്കിലും കാരണവശാൽ അവർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ഷെയർ ആപ്ലിക്കേഷൻ തന്നു, നമ്മൾ ഷെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം റെഫ്യൂസൽ. ഇതെല്ലാം തന്നെ എന്ത് പറയണേ, ഏതിനകത്താ പറയുന്നത്? റൂൾ 2B-ക്ക് 29(2B)-ക്കകത്താ പറയുന്നത്. ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. അപ്പം എക്കകത്ത് എന്താ പറയുന്നത്? 1A-ക്കകത്ത് നമ്മൾ 2A-ക്കകത്ത് എന്താ പറഞ്ഞത്? മിനിറ്റ്സ് ബുക്ക് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. 2B-ക്കകത്ത് ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. 2C എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ രജിസ്റ്റർ, അഡ്മിഷൻ രജിസ്റ്റർ. ഒരാൾ മെമ്പർ ആവാൻ വേണ്ടി ആപ്ലിക്കേഷൻ തന്നു, മെമ്പർ ആവാൻ വേണ്ടി ആപ്ലിക്കേഷൻ തന്നു, നമ്മളത് അദ്ദേഹം എല്ലാം അപ്പോൾ ഏരിയ ഓഫ് നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലാണ് അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹം 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്, അങ്ങനെ എല്ലാ ക്രൈറ്റീരിയയും സേഫ് ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുക്കുമല്ലോ. അഡ്മിഷൻ രജിസ്റ്റർ ആണ് 2C-ക്കകത്ത് കീപ്പ് ചെയ്യുന്നത്. ഷോസ് ദ മെമ്പർ ഡീറ്റെയിൽസ്, മെമ്പറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇൻക്ലൂഡിങ് നെയിം, അഡ്രസ്സ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. ദെൻ എന്നാണ് അഡ്മിഷൻ എടുത്തതെന്നും ഉണ്ടാകും. ദെൻ ഷെയർ, എത്ര രൂപയുടെ ഷെയർ എടുത്തു, പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇദ്ദേഹം ഷെയർ എടുത്തിട്ട് റീഫണ്ട് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാ ഡീറ്റെയിൽസും എവിടെ ഉണ്ടാകും? അഡ്മിഷൻ രജിസ്റ്ററിൽ ഉണ്ടാകും. നമ്മൾ പഠിച്ചത് 2A മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞു, 2A പറഞ്ഞു. 2A നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? മിനിറ്റ്സ് ബുക്ക്. 2B ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? 2C എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിഷൻ രജിസ്റ്റർ, അഡ്മിഷൻ രജിസ്റ്റർ. മിനിറ്റ്സ് ബുക്കിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുമെന്ന് പറഞ്ഞു. ആദ്യം മാനുവലി എഴുതും, പിന്നെ ഡിജിറ്റൽ ഫോമിലാക്കും. പിന്നെ ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, എത്ര പേര് ഷെയറിന് ആപ്ലിക്കേഷൻ തന്നു, അവർക്ക് എത്ര പേർക്ക് കൊടുത്തു, ആപ്ലിക്കേഷൻ തന്നവരുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിനകത്ത് എഴുതി വെക്കും. ദെൻ അതിനുശേഷം അഡ്മിഷൻ രജിസ്റ്റർ, നമ്മൾ അഡ്മിഷൻ എടുത്ത വ്യക്തികളുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിലുണ്ടാകും, അഡ്മിഷൻ രജിസ്റ്ററിൽ ഉണ്ടാകും. അതിവരുടെ ഒപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. മനസ്സിലായോ? ഷെയർ എടുത്തിട്ടുള്ളതിനെ കുറിച്ചും കാണും, ഷെയർ റീഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഉണ്ടാകും. അപ്പൊ ആ പേരിനകത്തെല്ലാം ഉണ്ട്, അത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, പേരിനകത്തെല്ലാം ഉണ്ട്. നോമിനേഷൻ രജിസ്റ്റർ കണ്ടെയ്ൻസ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് പേഴ്സൺസ് നോമിനേറ്റഡ് അണ്ടർ റൂൾ 23. നമ്മുടെ റൂൾ 23 പ്രകാരമേ ഞാനൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തു, ഞാനിപ്പോൾ ഒരു ഷെയർ എടുത്തു. എനിക്ക് എൻ്റെ മരണശേഷം, എന്നല്ലെങ്കിൽ നാളെ നമുക്ക് മനുഷ്യൻ്റെ കാര്യം എപ്പോഴും എന്ത് സംഭവിക്കാമല്ലോ, അപ്പം എൻ്റെ നോമിനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ എടുത്തു. എൻ്റെ മരണശേഷം ഇന്നയാൾക്ക് വേണം എൻ്റെ ഷെയർ പോകാനായിട്ട്, ഇതിൻ്റെ ഷെയറും ഇൻട്രസ്റ്റും എല്ലാം തന്നെ ഇന്ന വ്യക്തിയിലേക്ക് പോകണം എന്ന് ഞാൻ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ നോമിനേഷൻ രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ടിരിക്കണം. ഈ നോമിനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മതി. നോമിനി എൻ്റെ മകളാണെങ്കിൽ എൻ്റെ മകളുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളും എല്ലാം എഴുതി ഫോം എഴുതി ഞാൻ തന്നെ ഒപ്പിട്ടിരിക്കണം. മനസ്സിലായോ? അല്ലാതെ നോമിനി വന്ന് ഒപ്പിടേണ്ട കാര്യമൊന്നുമില്ല. ഈ ഞാനെന്ന വ്യക്തിയാണ് ഷെയർ എടുത്തത്, ഞാനെന്ന വ്യക്തി എൻ്റെ മകളെ നോമിനിയാക്കി വെക്കുന്നു, ആ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്നു, ഒപ്പിടുന്നു, ഞാൻ തന്നെ ഒപ്പിട്ട് വെക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതുന്ന ബുക്കാണ് ഇത് നോമിനേഷൻ രജിസ്റ്റർ. 2D ഞാൻ എൻ്റെ ഡോട്ടറിന്, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മകളെ നോമിനിയായിട്ട് വെക്കുന്നു. 2D. സെക്ഷൻ 2D അല്ല, സെക്ഷൻ 2D എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 2D സെൻട്രൽ സൊസൈറ്റി, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. സെക്ഷൻ 2D എന്ന് പറഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി, മറക്കല്ലേ, സെൻട്രൽ സൊസൈറ്റിയാണ്. ഒന്നിൽ കൂടുതൽ ജില്ലകൾ പ്രവർത്തന പരിധിയായിട്ടുള്ള സൊസൈറ്റികളെയാണ് നമ്മൾ സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ സൊസൈറ്റിക്ക് ഉദാഹരണമാണ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, നമ്മളുടെ RCMPU നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 2D റൂൾ 29 സബ് റൂൾ 2D-ക്കകത്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്ത്? നോമിനേഷൻ രജിസ്റ്റർ. ഇതെല്ലാം കൂടി ചുമ്മാതെ കൺഫ്യൂഷൻ ആകരുത്. തൊട്ട് മുമ്പ് പറഞ്ഞ സെക്ഷൻ 2D-യെ കുറിച്ചാണ്. സെക്ഷൻ 2D ആണ് സെൻട്രൽ സൊസൈറ്റിയുടെ ഡെഫിനിഷൻ. ഇത് റൂൾ 29-നകത്ത് വരുന്ന 2D, റൂൾ 29 സബ് റൂൾ 2D-ക്കകത്താണ് നോമിനേഷൻ രജിസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. ദെൻ 2E ഡേ ബുക്ക് ഡെയിലി റെക്കോർഡ്സ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സിലല്ല. ഇപ്പം ഡിസംബർ 5-ാം തീയതി ഇത്ര രൂപ റെസിപ്റ്റ് വന്നു, ഓക്കെ, ഇത്ര രൂപ വന്നു, പിന്നെ ഇത്ര പെറ്റി ക്യാഷ് ബുക്ക് ഇത്ര രൂപ, ഫോട്ടോ കോപ്പി എടുക്കാൻ ഇത്ര രൂപ പേയ്മെന്റ് ആയി, ഓക്കെ, അങ്ങനെ ഡെയിലി റെസിപ്റ്റ്സും പേയ്മെന്റും എല്ലാം എഴുതുന്നതാണ് എവിടെ? ഡേ ബുക്ക് എന്നും എഴുതും. അതാണ് 2E-ക്കകത്ത് വരുന്നത്. സെക്ഷൻ 2E-ക്കകത്ത് റൂൾ 29 സബ് റൂൾ 2E-ക്കകത്താണ് ഏത് പറയുന്നത്? ഡേ ബുക്ക് പറയുന്നത്. ഡേ ബുക്കിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ ഡെയിലി റെക്കോർഡ്സ്, റെസിപ്റ്റ്സ്, എക്സ്പെൻഡിച്ചർ എല്ലാം തന്നെ എഴുതുന്നതാണ് ഏത്? നമ്മുടെ ഡേ ബുക്കിനകത്ത്.
ദെൻ 2F റെസിപ്റ്റ് ബുക്ക്. 2F ആണ് റൂൾ 2F 29 സബ് റൂൾ 2F റെസിപ്റ്റ് ബുക്ക്. ഇഷ്യൂഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഫോം, 1 കോപ്പി ഇഷ്യൂഡ് ഫോർ മണി റിസീവ്ഡ്, 1 റിട്ടേൺ ഇൻ കൗണ്ടർ ഫോയിൽ. അതായത് റെസിപ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തു സൊസൈറ്റിയിലേക്ക്, കൊടുക്കുമ്പോൾ നമുക്കൊരു റെസിപ്റ്റ് തരുമല്ലോ. അതുകൂടാതെ സൊസൈറ്റിയിൽ ഒരെണ്ണം സൂക്ഷിച്ചു വെക്കും. ആ റെസിപ്റ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയിലിന് പറയുന്നതാണ്, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ സൂക്ഷിച്ചു വെക്കും. അതാണ് റെസിപ്റ്റ് ബുക്ക്. 2A മിനിറ്റ്സ് ബുക്കാണ്. 2B എന്താണ്? ആപ്ലിക്കേഷൻ, ഷെയർ ആപ്ലിക്കേഷൻ ആണ്. 2B ഷെയർ ആപ്ലിക്കേഷൻ. ദെൻ അതിനുശേഷം 2C അഡ്മിഷൻ രജിസ്റ്റർ. 2C അഡ്മിഷൻ രജിസ്റ്റർ. 2D മറന്നു പോകരുത്, നോമിനേഷൻ രജിസ്റ്റർ. 2D നോമിനേഷൻ രജിസ്റ്റർ. ദെൻ 2D കഴിഞ്ഞ ഡേ ബുക്ക്. 2E ഡേ ബുക്ക്. ദെൻ 2F എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്റ്റ് ബുക്ക്. റെസിപ്റ്റ് ബുക്ക് നമ്മൾ സൊസൈറ്റിയിലേക്ക് പേയ്മെന്റ് അടക്കുമ്പോൾ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വരവാണല്ലോ. നമുക്ക് തന്നതിന് ശേഷം നമുക്കൊരു കോപ്പി തരും, ഇഷ്യൂഡ് ഫോർ ഒരു കോപ്പി ഇഷ്യൂ ചെയ്ത് തരും, 1 റീറ്റെയിൻ ഇൻ ദ കൗണ്ടർ ഫോയിൽ റീറ്റെയിൻ ചെയ്ത് വെക്കുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് റൂള് 29 സബ് റൂള് 2F പറയുന്നത്. ഓക്കെ. ദെൻ G എന്ന് പറഞ്ഞാൽ വൗച്ചർ ഫയൽ. എന്താണ്? വൗച്ചർ ഫയലാണ് G വൗച്ചർ ഫയൽ. G വൗച്ചർ ഫയൽ എന്താണ്? മെയിൻറ്റെയിൻസ് ആൾ വൗച്ചേഴ്സ് ഓഫ് എക്സ്പെൻസസ്. നമ്മൾ സൊസൈറ്റിയിൽ ഫോട്ടോ കോപ്പി എടുക്കാൻ പോയി, അല്ലെങ്കിൽ വേറെ പേപ്പർ മേടിക്കാൻ പോയി, അങ്ങനെ പല പല എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാവും. ഈ വൗച്ചർ ഫയലുകളെ കുറിച്ച് പറയുന്നതാണ് 2G. ദെൻ 2H എന്ന് പറഞ്ഞാൽ ലെഡ്ജേഴ്സ് ഓഫ് ബോറോവിങ്. ബോറോവിങ്ങിന്റെ ലെഡ്ജറാണ് ഏതെന്ന് പറയുന്നത് 2H എന്ന് പറഞ്ഞാൽ ലെഡ്ജേഴ്സ് ഓഫ് ബോറോവിങ്. ഷോസ് ഡെപ്പോസിറ്റ് ആൻഡ് ബോറോവിങ്സ് ഇൻ സെപ്പറേറ്റ് ഫോയിൽ. അതായത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റും ബോറോവിങ്സിനെ കുറിച്ചും എഴുതുന്നതാണ്. എവിടെയെന്ന് പറഞ്ഞത് 2H ലെഡ്ജേഴ്സ് ഓഫ് ബോറോവിങ്സ്. അതാണ് ഷോ ഡെപ്പോസിറ്റ് ആൻഡ് ബോറോവിങ്സ് ഇൻ സെപ്പറേറ്റ് ഫോളിയോ. സെപ്പറേറ്റ് ഫോളിയോയിൽ ഡെപ്പോസിറ്റും ബോറോവിങ്ങും കാണിച്ചിട്ടുണ്ട്. അതാണ് ലെഡ്ജേഴ്സ് ഓഫ് ബോറോവിങ് എന്ന് പറയുന്നത്. ഇതിനടുത്തത് ജനറൽ ലെഡ്ജർ. ടോട്ടലുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നതാണ് ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജറാണ് 2I എന്ന് പറയുന്നത്. റെക്കോർഡ്സ് ഡെയിലി റെസിപ്റ്റ്, ഡിസ്ബേഴ്സ്മെന്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് വേരിയസ് ഹെഡിൽ വരുന്ന ഔട്ട്സ്റ്റാൻഡിങ്, ഡെയിലി വരുന്ന വരവ് ചെലവ് കണക്കുകൾ, എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കാണിക്കുന്നു, ജനറൽ ലെഡ്ജറിൽ കാണിക്കുന്നു. ദെൻ രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്. ഇതുകൂടാതെ മാസത്തിൽ നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഡേ ബുക്ക് ഓൾറെഡി ഉണ്ട്, മറന്നു പോകല്ലേ. ഡേ ബുക്ക് ഉണ്ട്, മിനിറ്റ്സ് ബുക്ക് ഉണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങിനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ മിനിറ്റ്സ് ബുക്കിലാണ് എഴുതുന്നത് 2Aക്കകത്ത്. ദെൻ ഡേ ബുക്ക് ഉണ്ട്. എന്നിട്ട് രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്. മാസത്തിൽ നമുക്ക് വന്ന വരവ് ചെലവ് കണക്കുകൾ എഴുതുന്നു. എവിടെയാണ്? 2Jക്കകത്താണ് നമ്മൾ എഴുതുന്നത് രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്. റെസിപ്റ്റ്സ് ഓഫ് മന്ത്ലി റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് എഴുതുന്ന എവിടെയാ? 2Jക്കകത്താണ്. വൗച്ചർ ഫയൽ വൗച്ചർ ഫയൽ 2G വൗച്ചർ ഫയൽ, മറന്നു പോകല്ലേ. 2G വൗച്ചർ ഫയൽ. 2H ലെഡ്ജർ ഓഫ് ബോറോവിങ്, ബോറോവിങ് ലെഡ്ജർ ഓഫ് ബോറോവിങ്. ദെൻ അതിനുശേഷം I ജനറൽ ലെഡ്ജർ. 2I ജനറൽ ലെഡ്ജർ. ഓക്കെ. I കഴിഞ്ഞാൽ J എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിലുള്ള മാസത്തിലുള്ള കണക്കുകൾ. രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്. രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്. അടുത്ത് നോക്കിക്കേ, രജിസ്റ്റർ ഓഫ് ഡിവിഡൻഡ്. നമുക്കറിയാം മെമ്പേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യം നമ്മൾ പഠിച്ചതാ. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് പഠിച്ചില്ലായിരുന്നോ? 25% കുറയാത്തത് അല്ലെങ്കിൽ 25% കൂടാത്ത തുക നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കും മെമ്പേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ രജിസ്റ്റർ ആണ് ഏത്? 2K. സെക്ഷൻ 2Kക്കകത്താണ് പറയുന്നത് രജിസ്റ്റർ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഡിവിഡൻഡ് മെമ്പേഴ്സിന് കൊടുത്തു, എത്ര രൂപ കൊടുത്തു, കൊടുക്കാനുള്ളതിന്റെ ഡീറ്റെയിൽസ് എഴുതുന്നതാണ്. റെക്കോർഡ്സ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സ്. മെമ്പേഴ്സിന് കൊടുത്ത ഡിവിഡൻഡിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്നതാണ് ഏത്? ഡിവിഡൻഡ് രജിസ്റ്റർ. Kക്കകത്ത് 2L. സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ. എന്തെങ്കിലും ഫിനാൻഷ്യൽ എൻറ്റിറ്റീസിനകത്ത് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാനോ മേടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ സസ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കും. അതാണ് സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ. മെയിൻ്റെനൻസ് പെൻഡിങ് ഫിനാൻഷ്യൽ എൻറ്റിറ്റീസ്. എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സസ്പെൻസിൽ എഴുതി വെക്കും. അതാണ് എഴുതുന്നത്. അതെവിടെയാണ്? 2Lനകത്താണ് എഴുതുന്നത്. 2Lനകത്ത്. ദെൻ M-നകത്താണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. 2M റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ.
നോക്കിക്കേ, റെക്കോർഡ് റെക്ടിഫിക്കേഷൻസ് മെയ്ഡ് ആഫ്റ്റർ ഓഡിറ്റ് ഓർ ഇൻസ്പെക്ഷൻസ്. ഓഡിറ്റിനും ഇൻസ്പെക്ഷനും ശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാകുമല്ലോ, സ്വാഭാവികം. നിങ്ങൾ എപ്പോഴും ഓർത്ത് വച്ചേക്കാം, തെറ്റുകളില്ലാത്ത ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്താൽ ഉറപ്പായും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും. അപ്പം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, ഒരു തെറ്റുകളും ഇല്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ട് നല്ല റിപ്പോർട്ടാണോ? ഒരിക്കലുമല്ല. ഇറ്റ് ഇസ് എ ബാഡ് റിപ്പോർട്ടായിരിക്കും അത്. കാര്യം എന്താ, നമ്മൾ വിചാരിക്കാൻ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് നല്ല റിപ്പോർട്ടല്ലേ? അല്ല, ഓഡിറ്റർ കൃത്യമായി ഇത് പരിശോധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും മാൽ പ്രാക്ടീസസ് നടത്തിയിട്ടുണ്ടാകും. ഒരിക്കലും തെറ്റില്ലാതെ വരത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ഓർത്ത് വെച്ചേക്കുക. ഓഡിറ്റിനകത്ത് പഠിക്കുന്നതാണ്, നിങ്ങളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓഡിറ്റിങ് നമ്മുടെ ടോപ്പിക്കിലില്ല, ഇപ്പം തൽക്കാലം അത് വിട്ടേക്കാം. ദെൻ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ, റെക്കോർഡ്സ് റെക്ടിഫിക്കേഷൻസ് മെയ്ഡ് ആഫ്റ്റർ ഓഡിറ്റ്. ഈ ഓഡിറ്റേഴ്സ് കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റുകളുണ്ടെന്ന് നമ്മളോട് പറയും. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജനറൽ ബോഡി മീറ്റിംഗ് നമ്മൾ ഭരണസമിതിയുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഓഡിറ്റർ കിട്ടും റിപ്പോർട്ടെല്ലാം കിട്ടിക്കേണ്ടി പറയും, ഇന്ന തെറ്റുണ്ടെന്ന് പറയും. അപ്പോൾ പിന്നീട് ഈ തെറ്റുകൾ തിരുത്തി നമ്മൾ ചെയ്യുന്നതാണ്, തെറ്റുകൾ തിരുത്തി വെക്കുന്ന രജിസ്റ്ററാണ് ഏത്? റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. ഈ റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ വെച്ച് നമ്മൾ എല്ലാ തെറ്റുകളും തിരുത്തി വീണ്ടും അത് നമ്മുടെ ഭരണസമിതിയുടെയും ജനറൽ ബോഡി മീറ്റിങ്ങിലും എല്ലാം അവതരിപ്പിച്ച് തെറ്റുകളെല്ലാം ഇല്ലാതാക്കണം. മനസ്സിലായോ? അങ്ങനെ തെറ്റുകളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്ററാണ്. തെറ്റുകളെ തിരുത്തി വെക്കുന്നതാണ് എവിടെ? റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. 2M റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. ദെൻ ലോൺ റിലേറ്റഡ് റെക്കോർഡ്സ്. ലോൺ കൊടുക്കുന്ന സൊസൈറ്റികൾ, ലെൻഡിങ് സൊസൈറ്റി, ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളെ സംബന്ധിച്ച് അവർ കീപ്പ് ചെയ്യുന്നതാണ് ഏത്? ലോണുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, ലോൺ റിലേറ്റഡ് റെക്കോർഡ്സ്. ലെൻഡിങ് സൊസൈറ്റീസ്, അതായത് സൊസൈറ്റീസ് ഇഷ്യൂയിങ് ലോൺ മസ്റ്റ് മെയിൻറ്റെയിൻ, അവർ ചെയ്യുന്നതാണ് ലോൺ റിലേറ്റഡ് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, ഒരാൾ ലോണിന് ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ റെക്കോർഡ്സ് ലോൺ ആപ്ലിക്കേഷൻ റിസീവ്ഡ്. ലോണിന് വേണ്ടിയിട്ട് ആരെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ സൂക്ഷിക്കണം. അതിനകത്ത് തന്നെയുണ്ട് ലോൺ ലെഡ്ജർ, ലോൺ നമ്പർ. ഈ ലോൺ ലെഡ്ജറിനകത്ത് എന്തെല്ലാം ഉണ്ട്? ലോണിൻ്റെ നമ്പറുണ്ട്, എന്നാണ് ഇത് കൊടുത്തതെന്നുള്ളതുണ്ട്, എന്ത് ഡീറ്റെയിൽസും അതിനകത്ത് കാണും. എന്തിനു വേണ്ടി കൊടുത്തു, എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അവർ എത്ര രൂപ തിരിച്ചടച്ചു, പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റുമായിട്ട് എത്ര രൂപ, ഇതെല്ലാ ഡീറ്റെയിൽസും എവിടെ കാണും? ലോൺ ലെഡ്ജറിൽ കാണും. ദെൻ അതുപോലെ ലൈബിലിറ്റി രജിസ്റ്റർ ഷോസ് മെമ്പേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ലോൺ. ഇതെല്ലാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ആണ്. നിങ്ങൾ മറന്നു പോകരുത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആണ് ഈ പറയുന്നത് മൊത്തം. കൃത്യമായി ഓർത്ത് വെച്ചേക്കാം എവിടെയാണിത് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് പേരിനകത്ത് തന്നെയുണ്ട് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയാണ് പറഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, ഓക്കെ, ഈ ആപ്ലിക്കേഷൻ എല്ലാം വെച്ചേക്കുവാണ്. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് രജിസ്റ്റർ, ഓക്കെ, ഇത് ഡിസ്ബേഴ്സ് ചെയ്തപ്പം എന്തായാലും കൊടുക്കുമ്പോൾ എത്ര രൂപ കൊടുത്തു എന്ന് കാണും, അവർക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ്, പിന്നെ പ്രിൻസിപ്പൾ എമൗണ്ട് കാണും, ഇൻട്രസ്റ്റ് കാണും, എല്ലാ ഡീറ്റെയിൽസും കാണും. അങ്ങനെ കാണും എങ്കിൽ പോലും നമ്മുടെ ഇവരുടെ ചോദ്യത്തിനകത്ത് നമുക്ക് ട്വിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കാര്യങ്ങളെ വൃത്തിയായി പഠിച്ചു വെച്ചേക്കാം. സോ നമ്മൾ എന്താ പറയുന്നത്? ലൈബിലിറ്റി രജിസ്റ്റർ, മെമ്പേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ എത്ര നിപ്പുണ്ട്, അതുപോലെ തന്നെ എത്ര രൂപ ഡയറക്റ്റ് നേരിട്ടാണോ ലോൺ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷുവർട്ടി വെച്ചിട്ടാണോ? ഞാനൊരു A ക്ലാസ് മെമ്പറാണ്, എനിക്ക് ലോൺ കിട്ടത്തില്ല, എനിക്ക് ജോലിയൊന്നുമില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഷുവർട്ടി ആക്കി വെച്ചുകൊണ്ട് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കുന്നു. അപ്പം ഞാൻ നേരിട്ട് ലോൺ എടുത്താണോ? ഷുവർട്ടി ഉണ്ടോ? അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ. ദെൻ രജിസ്റ്റർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, എൻ്റെ വസ്തുവിൻ്റെ ജാമ്യത്തിലാണ് ഞാൻ ലോൺ എടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ഡീഫാൾട്ടേഴ്സ്, ഞാൻ എൻ്റെ വസ്തു ജാമ്യം മേലെ ലോൺ എടുത്തു, പക്ഷെ ഞാൻ കൃത്യമായി 6 മാസത്തിൽ കൂടുതൽ കൃത്യമായി ലോൺ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡീഫാൾട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ വരും. ഡീഫാൾട്ട് വരുത്തി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ഓപ്ഷൻസ്ഡ് പ്രോപ്പർട്ടീസ് അക്വയർഡ് ബൈ ദ സൊസൈറ്റി. അതുപോലെ തന്നെ ഇങ്ങനെ എൻ്റെ ഡീഫാൾട്ട് വരുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റി അതിനെ ലേലത്തിൽ വെക്കും. ലേലത്തിൽ വിറ്റിട്ട് അതിനകത്തുനിന്ന് ഞാൻ എത്ര രൂപയുടെ കടമാണോ എടുത്തിട്ടുള്ളത് സൊസൈറ്റിയിൽ പലിശയുടെ പലിശയും സഹിതം സൊസൈറ്റിക്ക് കിട്ടേണ്ട എല്ലാം സൊസൈറ്റി എടുത്തതിന് ശേഷം ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തരും. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മനസ്സിലായി. ഇതിനൊക്കെ ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്.
പറഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. ഡീഫാൾട്ട് വരുത്തുമ്പോൾ നോട്ടീസ് കൊടുക്കണം, 30 ദിവസം സമയം കൊടുക്കണം. 30 ദിവസം സമയം കഴിഞ്ഞിട്ടും ഈ ഡീഫാൾട്ട് വരുത്തിയ വ്യക്തി പൈസ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മളിതിന് ജപ്തി നടപടികൾ, അനന്തര നടപടികളിലേക്ക് സൊസൈറ്റി നീങ്ങുന്നത്. ഓക്കെ, സാധാരണ രീതിയിൽ ഇങ്ങനെ നമ്മളൊരു നോട്ടീസ് കൊടുക്കുമ്പോൾ 30 ദിവസത്തിനകം തന്നെ ഡീഫാൾട്ട് വരുത്തിയ വ്യക്തി പൈസ കൊണ്ട് അടയ്ക്കാറുണ്ട് സൊസൈറ്റിയിലേക്ക്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ പഠിക്കേണ്ട കാര്യമല്ല, നമുക്ക് പഠിക്കേണ്ട കാര്യം മാത്രം നോക്കാം. അപ്പം രജിസ്റ്റർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുത്ത വ്യക്തികൾ, ആ വ്യക്തികളുടെ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് സൊസൈറ്റി ഓപ്ഷനിൽ വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കണം. മനസ്സിലായോ? ദെൻ അതുപോലെ തന്നെ പിന്നെന്താണ്, രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺ. അതായത് ഒരാൾ ലോൺ എടുത്തു, ആ ലോണ് മൊത്തം അവർ പേയ്മെൻ്റ് അടച്ചു, അവർ റെക്കോർഡുകളും വാങ്ങിച്ചുകൊണ്ട് പോയി, മൊത്തം പേയ്മെൻ്റ് അടച്ചു, അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് സൂക്ഷിക്കണം. അവർ നമ്മുടെ റെക്കോർഡ്സ് മേടിച്ചിട്ടുണ്ട്. ഗഹാൻ എഴുതിയാണ് നമ്മുടെ നിങ്ങൾക്കറിയാമോ ഗഹാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗഹാൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്, ഒരു ഡോക്യുമെൻ്റ് പ്രോസസ്സാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ലോൺ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗഹാൻ എഴുതണം. ഗഹാൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ്. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നമ്മളപ്പം ഈ ഒരു വസ്തുവിന്മേൽ ആദ്യ അധികാരം കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് എന്ന് നമ്മൾ എഴുതി വെക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഗഹാൻ എന്ന് പറയുന്നത്. നമ്മുടെ ടോപ്പിക്കിലുള്ളതല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഗഹാൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗഹാൻ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗഹാൻ റിലീസ് ചെയ്ത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കും. ഓക്കെ, അങ്ങനെ ഗഹാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പറയും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലോണൊന്നുമില്ല, നമ്മുടെ പൈസ എല്ലാം അടച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു മെമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കുന്നു, എന്നിട്ട് അദ്ദേഹം കൃത്യമായി എല്ലാ പേയ്മെൻറ്റുകളും അടച്ചു കഴിഞ്ഞു. അത് എഴുതി വെക്കുന്നത് എവിടെയാണ്? രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോണിനകത്ത് നമ്മൾ അത് എഴുതി വെക്കും. ദെൻ അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ, തർക്കങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 2 തരം തർക്കങ്ങളാണുള്ളത്. നമുക്കെല്ലായിടത്തും അറിയാലോ, പണപരമായ തർക്കങ്ങളും പണയേതര തർക്കങ്ങളും. ഈ പണപരമായ തർക്കങ്ങളാണെങ്കിൽ നേരെ രജിസ്ട്രാറിൻ്റെ അടുത്തോട്ട് അങ്ങ് പോകും. നേരെ മറിച്ച് പണപരമല്ലാത്ത തർക്കങ്ങളാണെങ്കിലോ ആർബിട്രേഷൻ കോടതിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ അതാണ് പറഞ്ഞത് രജിസ്റ്റർ ഓഫ് ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ. ഈ ആർബിട്രേഷൻ കോടതിയിലേക്ക് എന്തെങ്കിലും തർക്കങ്ങളോ വല്ലതും വന്നോ, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നടപടികൾ എടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ. ദെൻ ട്രാക്ക് ലീഗൽ പ്രൊസീഡിങ്സ് ഫോർ ലോൺ റിക്കവറി, ലോണിൻ്റെ റിക്കവറിക്ക് വേണ്ടി എന്തെല്ലാം നിയമപരമായി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻസ്, സെക്ഷൻ 36 പറയുന്ന ഡിക്ലറേഷൻസ്, അതായത് പ്ലെഡ്ജ്, മെയിൻ്റെനൻസ് ലാൻഡ് പ്ലെഡ്ജ്, അതുപോലെ ലോണ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ. ദെൻ രജിസ്റ്റർ ഓഫ് ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ്, ട്രാക്ക്, അതായത് ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലോൺ വെച്ച് ലോൺ എടുക്കുന്നു, അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏതാ? മെമ്പേഴ്സാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലാൻഡ് ലീസിനെടുത്തിട്ട് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ടൈപ്പ് കുറേ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ തന്നെ ബിസിനസ്സുകൾ, പലതരത്തിലുള്ള ബിസിനസ്സുകൾ അവർ ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? രജിസ്റ്റർ ഓഫ് ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ്. ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഒരു വ്യക്തിക്ക് എടുക്കാവുന്ന മാക്സിമം ലോണുകളെ നമ്മൾ പറയും. മാക്സിമം ലോണിന് എമൗണ്ടിന് പറയുന്ന പേരാണ് IMBP, മാക്സിമം ബോറോവിങ് പവർ. മാക്സിമം എത്ര പവർ എടുക്കുക എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ മാക്സിമം ബോറോവിങ് പവറിൽ കൂടുതൽ എമൗണ്ട് ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറിക്ക് സെക്ഷൻ 94 പ്രകാരം 10,000 രൂപ പെനാൽറ്റി കൊടുക്കണം. പഠിക്കാനില്ല എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഒരു വ്യക്തിക്ക് ലോൺ എടുക്കാനുള്ള മാക്സിമം ബോറോവിങ് പവർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സെക്രട്ടറിക്ക് ആയിക്കോട്ടെ, ഒരു ഭരണസമിതിക്ക് ആയിക്കോട്ടെ, ലോൺ ഒരു മെമ്പറിന് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മാൽ പ്രാക്ടീസസ് ആണ്. അത് വരുന്നത് സെക്ഷൻ 94 പറയുന്ന പെനാൽറ്റി 10,000 രൂപ അടയ്ക്കണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ നോർമലി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അങ്ങനെ ചെയ്യാറില്ല. ദെൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് രജിസ്റ്റർ. അൺലിമിറ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്ന സമയത്ത്, അതായത് നേരത്തെ ഇതിപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല, പണ്ടെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. 2 തരം ലയബിലിറ്റികളാണുള്ളത്. ബാധ്യതാ സംഘങ്ങൾ, ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി. ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി നഷ്ടത്തിൽ പോയാലും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലെ സ്വത്തുക്കൾ കൊണ്ടുവന്ന് സൊസൈറ്റിയുടെ കടം തീർക്കേണ്ട കാര്യമില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികൾ. ഇപ്പോൾ ഈ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളെ നിലനിൽക്കുന്നുള്ളൂ. തൊട്ട് മുൻപ് പണ്ടത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു ഉള്ളത്.
അപ്പോഴെന്ത് ചെയ്യും? സൊസൈറ്റിക്ക് നഷ്ടം വന്നാൽ എന്തായാലും കടം ആര് തീർക്കണം? ഈ പറഞ്ഞ സൊസൈറ്റിയിലെ എ ക്ലാസ് മെമ്പേഴ്സ് തീർക്കണം. മെമ്പേഴ്സിന്റെ ഗ്രൂപ്പാണല്ലോ ഇത്, മെമ്പേഴ്സ് തീർക്കണം. അതുകൊണ്ട് അന്ന് എന്ത് ചെയ്തിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. മെമ്പേഴ്സിന് എന്തെല്ലാം പ്രോപ്പർട്ടികളുണ്ടോ അതിന്റെ എല്ലാം കൃത്യമായ സ്റ്റേറ്റ്മെന്റ് സൊസൈറ്റിയിൽ കൊടുക്കണം. എന്നുവെച്ചാൽ സൊസൈറ്റി നഷ്ടം വന്നാൽ ഈ മെമ്പറിന്റെ പ്രോപ്പർട്ടി എന്ന് വേണം എടുത്ത് കൊടുക്കാൻ. അതുകൊണ്ടായിരുന്നു അന്ന് അത് കീപ്പ് ചെയ്തിരുന്നത്. അൺഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ദെൻ 2P രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്. ഫ്ലൂയിഡ് റിസോഴ്സുകളുടെ രജിസ്റ്റർ എത്ര രൂപ റെഡി ക്യാഷ് ആയിട്ട് നമുക്കുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് തന്നാൽ എത്ര രൂപ ലിക്വിഡ് മണി ഉണ്ടാവും? ഒരു ഓഡിറ്റർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ലിക്വിഡ് മണി എത്രയുണ്ടോ അതിന് കൃത്യമായി ക്യാഷ് വെരിഫിക്കേഷനാണ് ചെയ്യുന്നത്. ആദ്യം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ് വെരിഫൈ ചെയ്യും. എന്നതുപോലെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. രജിസ്റ്റർ 2Pക്കകത്താണ് രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ 2P. ഇത് റൂൾ 2Pക്കകത്താണ് പറയുന്നത്. രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്. ഫ്ലൂയിഡ് റിസോഴ്സുകൾ എത്രത്തോളം ഉണ്ട് എന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഫോർ റൂൾസ് 23 ഈസ് ആപ്ലിക്കബിൾ ടു സൊസൈറ്റി. ഈ റൂൾ 63 നമുക്ക് പഠിക്കാനുണ്ട്. റൂൾ 63 അത് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പറയാം. ഫ്ലൂയിഡ് റിസോഴ്സുകൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ആണ് സെക്ഷൻ 2Pക്കകത്ത് പറയുന്നത്. ഓക്കെ, എത്ര എന്ന് വെച്ചാൽ പിന്നെ ഫ്ലൂയിഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാക്ക് ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് അവൈലബിൾ ലിക്വിഡിറ്റി. എത്ര രൂപയുടെ ബാധ്യതകളുണ്ട്, എത്ര രൂപ അവിടെ ഉണ്ട്, അതാണ് ഫ്ലൂയിഡ് റിസോഴ്സസ്. ഓക്കെ, കോമൺ സോഫ്റ്റ്വെയർ യൂസേജ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് നമ്മുടെ കോമൺ സോഫ്റ്റ്വെയർ. നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം മാനുവലി ആയിരുന്നു എഴുതുന്നത്. ഇപ്പം സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് PACS മസ്റ്റ് യൂസ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യപ്പെട്ട കോമൺ സോഫ്റ്റ്വെയർ കൃത്യമാണോ ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കണം. അതാണ് ഏത്? കോമൺ സോഫ്റ്റ്വെയർ. ദെൻ അതുപോലെ തന്നെ രജിസ്റ്റർ റെസ്പോൺസിബിലിറ്റി, രജിസ്ട്രാറിന്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കിക്കേ. ദ രജിസ്ട്രാർ മസ്റ്റ് ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ സോഫ്റ്റ്വെയർ, ദെൻ ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ്, യൂസേജ് ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഓൾഡ് ഡേറ്റ, ട്രെയിനിങ് ടു എംപ്ലോയീസ്. അതായത് രജിസ്ട്രാർ ആണല്ലോ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ആള്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് സോഫ്റ്റ്വെയർ കൊടുക്കണം. ഇത് കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. നന്നായിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്തം ആരാണ്? ദ ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? നമ്മുടെ രജിസ്ട്രാർ ആണ്. ദെൻ ദ രജിസ്ട്രാർ മസ്റ്റ് ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ആയിക്കോട്ടെ, മെയിൻ്റനൻസ് ആയിക്കോട്ടെ, യൂസേജ് ആയിക്കോട്ടെ, മൈഗ്രേഷൻ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് വേണമല്ലോ. എംപ്ലോയീസിന് അതിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നതും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ ടൈം ലൈനിങ് ഇട്ട് തന്നെ ഷെയറിങ് കോസ്റ്റ് ഫോർ സോഫ്റ്റ്വെയർ എക്സ്പെൻസസ്, അതായത് സോഫ്റ്റ്വെയറിൻ്റെ എക്സ്പെൻസസുകളും എല്ലാം തന്നെ നമ്മുടെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഡിജിറ്റൽ ഡേറ്റാസ് നമ്മൾ ഡെയിലി പ്രിപ്പയർ ചെയ്യുന്ന മാനുവൽ ഡേറ്റാസ് എല്ലാം ഡിജിറ്റൽ ഫോമിലാക്കണം. കോമൺ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, exceptions for approved software. Societies approved by registrar to use software other than the common software must still now guidelines for data migration, employees training, implementation timelines. അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഇങ്ങനെ ഇപ്പം ഓൾറെഡി അമെൻമെന്റ് വന്ന സോഫ്റ്റ്വെയർ വന്നിട്ട് കാലങ്ങളായി അവർക്കൊരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് 6 മാസമായിരുന്നു കാലാവധി. ഇപ്പം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കൃത്യമായി രജിസ്ട്രാർ അംഗീകരിച്ച ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഒറ്റ സോഫ്റ്റ്വെയർ ആണ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഉപയോഗിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ സോഫ്റ്റ്വെയർ. കാര്യം അതിനകത്താണല്ലോ നമ്മൾ ഈ ഡേറ്റാസ് സൂക്ഷിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ റൂൾ 29-നകത്ത് ഏതെല്ലാം ബുക്സ് ആൻഡ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? സോഫ്റ്റ്വെയർ വരെ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ നോക്കിക്കേ, റൂൾ 29A പ്രൊസീജിയർ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് മിനിറ്റ്സ് ബുക്ക്. വളരെ സിമ്പിളാണ്. എന്താണ്? സേഫ് കസ്റ്റഡി ഓഫ് മിനിറ്റ്സ് ബുക്ക്. ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് മസ്റ്റ് ബി കെപ്റ്റ് അണ്ടർ ദ സേഫ് കസ്റ്റഡി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നമ്മൾ ആദ്യമേ പറഞ്ഞു റൂൾ 2A നമ്മുടെ മിനിറ്റ്സ് ബുക്ക് വരുന്ന റൂൾ 29 2A മിനിറ്റ്സ് ബുക്ക് എഴുതുന്നതെന്ന് പറഞ്ഞു. ഇവരുടെ കാര്യങ്ങൾ എഴുതണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് എഴുതിയ കാര്യങ്ങൾ ആരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം? സെക്രട്ടറിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ സെക്രട്ടറിയുടെ കൈവശം സൂക്ഷിക്കണം.
ഇറസ്പെക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയാലും അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് അതല്ലെങ്കിൽ സെക്രട്ടറിയുടെ കയ്യിലായിരിക്കണം ഇത് സൂക്ഷിക്കേണ്ടത്, മിനിറ്റ്സ് ബുക്ക്. ദെൻ ഇത് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ ബൈ പ്രസിഡന്റ് ആൻഡ് അതർ ഡയറക്ടേഴ്സ് അറ്റ് റീസണബിൾ ടൈം. എപ്പോഴായാലും പ്രസിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ ആര് ചോദിച്ചാലും ഇൻസ്പെക്ഷന് വന്നാൽ നമ്മളെപ്പോലുള്ള മെമ്പേഴ്സ് എല്ലാവർക്കും നമുക്കൊന്നും വായിച്ചു നോക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നോക്കാം, ഓഡിറ്റ് റിപ്പോർട്ട് നോക്കാം, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എനി ടൈം കാണാൻ പറ്റും. ബൈലോയുടെ കോപ്പി, ആക്ടിന്റെ കോപ്പി, റൂളിന്റെ കോപ്പി ഇതെല്ലാം നമുക്ക് കിട്ടും. നമ്മളുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ കോപ്പിയും കിട്ടും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല, നമ്മളെ പോലുള്ള സാധാരണ മെമ്പേഴ്സിന് അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ബുക്ക് ആരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം? പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സെക്രട്ടറിയുടെ കൈവശം സൂക്ഷിക്കണം. സെക്രട്ടറിയാണ് അത് സൂക്ഷിക്കേണ്ടത്. ഓക്കെ. ദെൻ ഇത് പ്രസിഡന്റ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും എപ്പോൾ ഇൻസ്പെക്ഷൻ ചോദിച്ചാലും കൃത്യമായി അവർക്ക് കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ മിനിറ്റ്സ് ബുക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. സേഫ് കസ്റ്റഡി ഓഫ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത് മിനിറ്റ്സ് ബുക്ക് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മിനിറ്റ്സിനകത്ത് എഴുതിയ കാര്യങ്ങൾ. ദെൻ സബ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് മസ്റ്റ് കെപ്റ്റ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ റെസ്പെക്റ്റീവ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് കൂടാതെ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ. എപ്പോൾ വേണമെങ്കിലും ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബൈ ദ പ്രസിഡന്റ് ആൻഡ് അതർ ഡയറക്ടേഴ്സ് അറ്റ് റീസണബിൾ ടൈം. അതായത് പാതിരാത്രി വന്നിട്ട് 10 മണിക്ക് എന്നിട്ട് നിങ്ങൾ ആ ഒരു മിനിറ്റ്സ് ബുക്കിന് തന്നെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഓഫീസ് ടൈമിൽ റീസണബിൾ ടൈമിൽ വന്ന് കാര്യങ്ങൾ മിനിറ്റ്സ് ബുക്ക് തരാൻ പറഞ്ഞാൽ സെക്രട്ടറി കസ്റ്റഡിയിൽ ഇരിക്കുന്ന മിനിറ്റ്സ് ബുക്ക് കൊടുത്തിരിക്കണം, പ്രസിഡന്റിന് കൊടുത്തിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിക്കാണ്. ഓക്കെ. പ്രസിഡന്റ് അതല്ല എന്നുണ്ടെങ്കിൽ ഭരണസമിതിയിലെ മെമ്പേഴ്സുമാണ് ഈ മിനിറ്റ്സ് ബുക്ക് എഴുതുന്നത് കേട്ടോ. പ്രസിഡന്റ് അതല്ല എന്നുണ്ടെങ്കിൽ ഭരണസമിതിയിലെ മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കും മിനിറ്റ്സ് ബുക്ക് എഴുതുന്നത്. കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന ആരാ? നമ്മുടെ സെക്രട്ടറിയാണ്. പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് റെക്കോർഡിംഗ് മിനിറ്റ്സ് ബുക്ക്, അതാ ഞാൻ പറഞ്ഞത്. പ്രസിഡന്റ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലെ മെമ്പറോ ഓർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി അതുമല്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ സെക്രട്ടറി എഴുതുന്നത്. ഷാൾ റെക്കോർഡ് ദ മിനിറ്റ്സ് ബുക്ക്. മീറ്റിംഗിലെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, ഹാൻഡ്ലിംഗ് കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറക്ഷൻസോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ കൃത്യമായി എഴുതണം, കൃത്യമായി സൂക്ഷിക്കണം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂക്ഷിച്ച് വെക്കുകയും വേണം. ദെൻ എനി കറക്ഷൻസ്, ഓവർ റൈറ്റിംഗ്, എറേഷേഴ്സ് മസ്റ്റ് ബി ക്ലിയർലി നോട്ടഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ മിനിറ്റ്സ് ബുക്ക് ബിഫോർ സൈനിങ്. മിനിറ്റ്സ് ബുക്ക് ഒപ്പിടുന്നതിന് മുൻപ് എന്തെല്ലാം തെറ്റുകളുണ്ടോ ഇതെല്ലാം തിരുത്തി മായ്ക്കാനുള്ളതാം എല്ലാം മായിച്ച് കൃത്യമായി എഴുതി വെച്ചിരിക്കണം. ഓക്കെ. അത് മാത്രവുമല്ല, ഈ മിനിറ്റ്സ് ബുക്കിനകത്ത് ഇനി അടുത്ത കുറെ കഥകളുണ്ട്. എന്താണ്? സൈനിങ് ചെയ്തിരിക്കണം. ആരെല്ലാമാണോ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് ആ വ്യക്തികളെല്ലാം തന്നെ ഭരണസമിതി മീറ്റിങ്ങിൽ പങ്കെടുത്തവരെല്ലാം ഒപ്പിടണം. അതാ പറഞ്ഞിരിക്കുന്നത്. മിനിറ്റ് സൈനിങ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് മിനിറ്റ്സ്. Then the minutes book must signed by president and all other members of the board to attend the meeting. ആരെല്ലാമാണോ മീറ്റിംഗിൽ പങ്കെടുത്ത അവരെല്ലാം തീർച്ചയായിട്ടും ഒപ്പിട്ടിരിക്കണം. ദെൻ അതുപോലെ തന്നെ ദ പ്രൊസീഡിങ്സ് ഓഫ് പ്രീവിയസ് മീറ്റിംഗ് മസ്റ്റ് ബി റോഡ് ഔട്ട് ആൻഡ് റെക്കോർഡ് ഇൻ ദ സബ്സിക്വന്റ് മീറ്റിംഗ്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് നടന്ന മീറ്റിംഗ് പോലെ തന്നെ എല്ലാ മാസവും എല്ലാ പ്രാവശ്യവും നടക്കുന്ന കൃത്യമായ മീറ്റിങ്ങുകളുടെ ഡേറ്റ്, പ്ലേസ് എല്ലാം എഴുതണം. ഏറ്റവും ആദ്യം ഒന്നുകിൽ കമ്മിറ്റി മെമ്പേഴ്സ് എഴുതണം മീറ്റിംഗ് മിനിറ്റ്സ് ബുക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് എഴുതണം, ഇതും അല്ലാന്നുണ്ടെങ്കിൽ സെക്രട്ടറി എഴുതണം. എഴുതിയിട്ട് ആരൊക്കെയാണോ മീറ്റിങ്ങിൽ പങ്കെടുത്ത വ്യക്തികളെല്ലാം തന്നെ പേരെഴുതി ഒപ്പിട്ടിരിക്കണം. ഓക്കെ. എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി എഴുതി മായിച്ച് തെറ്റുകൾ തിരുത്തിയിട്ട് വേണം ഒപ്പിടാനായിട്ട്. ദെൻ അതുപോലെ തന്നെ അവൈലബിലിറ്റി ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് ഓഡിറ്റ്. ദി മിനിറ്റ്സ് ബുക്ക് ഓഫ് ബോർഡ് ഓഫ് മീറ്റിംഗ്, സബ് കമ്മിറ്റി മീറ്റിംഗ് ആൻഡ് അതർ ജനറൽ ബോഡി മീറ്റിംഗ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ ഓഡിറ്റ്. ആസ്ക് ഓതറൈസ്ഡ് ഓഫീസേഴ്സ്. മിനിറ്റ്സ് ബുക്ക് എപ്പോൾ ഓതറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, അതായത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിരിക്കുന്ന വ്യക്തികൾ എപ്പോൾ ചോദിച്ചാലും നമ്മുടെ മിനിറ്റ്സ് ബുക്ക് എടുത്തു കൊടുക്കാൻ തക്കവണ്ണം പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കണം. ആരെഴുതി വെക്കണം? ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ആര് വേണമെങ്കിലും എഴുതാം. അതായത് ഒന്നുകിൽ കമ്മിറ്റി മെമ്പേഴ്സ് എഴുതാം, അല്ലെങ്കിൽ പ്രസിഡന്റ് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്രട്ടറി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതാം. ഇതെല്ലാം എഴുതി അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളും ഒപ്പും വെച്ചതിന് ശേഷം ഒപ്പ് വെക്കണം. എഴുതിയാൽ മാത്രം പോരാ, എഴുതി ഒപ്പ് വെച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കണം. എപ്പോഴും അത് ആരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം? നമ്മുടെ സെക്രട്ടറിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. അത് എപ്പോഴും ഇൻസ്പെക്ഷന് അവൈലബിൾ ആയിരിക്കുകയും വേണം, എനി ടൈം വന്നാലും. ഓക്കെ. നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ റൂൾ 29-നകത്ത് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്.
എന്തെല്ലാം ബുക്സ് ആൻഡ് റെക്കോർഡ്സുകളാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു അല്ലേടാ. 29 2A പഠിച്ചു, B പഠിച്ചു, C പഠിച്ചു, D പഠിച്ചു, E പഠിച്ചു, അങ്ങനെ 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 പല പല സബ്സെഷനുകൾ, റൂള്, ഈ സബ്സെഷനുകളല്ല സബ് റൂളുകൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ബുക്ക്. മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ മിനിറ്റ്സ് ബുക്ക് മാത്രം എടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങൾ ചിന്തിക്കാം. കാര്യം ഡേ ബുക്ക് എഴുതുന്നത് അവിടുത്തെ ക്ലർക്കാണ് അല്ലേ. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ ലെഡ്ജർ ബുക്ക് ആയാലും അത് കീപ്പ് ചെയ്യുന്ന സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച കാര്യങ്ങൾ എഴുതുന്നത് അതിനൊരു പ്രൊസീജിയറുണ്ട്. അതുകൊണ്ടാണ് അത് കൃത്യമായി രണ്ടാമത് പറഞ്ഞു തന്നെ ഈ മിനിറ്റ്സ് ബുക്കിനെ കുറിച്ച്. അപ്പോൾ ഓക്കെ, നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ട കാര്യം ഇത് ഏതെല്ലാം ബുക്ക് ആൻഡ് അക്കൗണ്ടുകളാണ് കീപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി നമുക്കൊരു ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ട്, നിങ്ങൾക്ക് എത്ര വർഷം കീപ്പ് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാനില്ല, എങ്കിലും നോട്ട് തരുന്ന സമയത്ത് ആ വർഷത്തിൻ്റെയും കൂടി ഒരു നോട്ടും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. ആ വർഷം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കണം. ചോദിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സിലബസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തൊക്കെ ബുക്കുകളാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റൂൾ 29 പറയുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. സബ് റൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഏതെല്ലാം രജിസ്റ്ററുകളാണ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പായും ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കാര്യങ്ങളെ ക്ലാരിറ്റിയോടെ തന്നെ നിങ്ങൾ പഠിക്കണേ മക്കളെ. അപ്പം നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടാൽ നാളെ നിങ്ങൾക്ക് സുഖമായി കഴിയാം. ഇന്നത്തെ കഷ്ടപ്പാട് നാളത്തെ റിസൾട്ടാണ്. ഏതൊരു വ്യക്തിയും കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് കുറേ കഷ്ടപ്പാടും കുറേ തോൽവികളിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എവിടെയാണോ ഏതറ്റത്താണോ നമ്മൾ ക്ഷമ നശിച്ച് നമ്മൾ പടുത്ത് നിർത്തുന്നവരവസ്ഥ വരും. എന്നാലും നിർത്തരുത്. ഇത്രയും വരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അടുത്ത് വരെ ചെന്നിട്ട് നിർത്തുന്ന ആൾക്കാരാണ് കൂടുതലും. അതായത് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് എടുക്കാതെ പലരും പിന്നോട്ട് പോകും. അതുകൊണ്ടാണ് പലരും പരാജയപ്പെടാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ ഉറപ്പായും വിശ്വസിക്കുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സിലബസ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം. സിലബസ് എടുത്ത് കയ്യിൽ പ്രിന്റ് എടുത്ത് വെക്കണം. പലതവണ പഠിക്കണം. ഒരു 2 3 കോപ്പി എടുത്ത് വെച്ചേരെ. എന്നിട്ട് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ റെഡ് മാർക്ക് ചെയ്ത് മാറ്റുക. അതുമായി ബന്ധപ്പെട്ട എക്സാം എഴുതി മാറ്റുക. ദെൻ എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ അടുത്തടുത്ത റാങ്കിലേക്ക് ചെല്ലും. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പം നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ റാങ്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വരുന്നൊരവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മളെ വിളിച്ച് പറയണം, ഞങ്ങൾക്ക് ജോലിയായി, ഞങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്, 1ാം റാങ്ക് ഞങ്ങൾക്കാണ് എന്ന് തന്നെ പറയണം. നമ്മുടെ മാസ്റ്റർ അക്കാഡമിയിലെ കാര്യം അറിയാലോ, എല്ലാത്തിനും 1ാം റാങ്ക് മേടിക്കുന്ന സ്ഥാപനമാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലും ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റട്ടെ. നിങ്ങൾ ഓരോരുത്തരോടുമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നന്നായിട്ട് പഠിക്കുക. ഏറ്റവും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. എക്സാം ഒക്കെ വളരെ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുക. നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ ഡിയേഴ്സ്, ബൈ, സീ യു.